ഹലോ മക്കളെ, ഈ നിമിഷം വന്നിരിക്കുന്നത് ക്ലാസ് 10 CBSE ബോർഡ് എക്സാം റിസൾട്ട് പറ്റി സംസാരിക്കാനല്ല, നിങ്ങളുടെ നെക്സ്റ്റ് പ്ലാനെ പറ്റിയാണ്. ക്ലാസ് 11 CBSE എല്ലാവരും ഇതാ ബോർഡ് എക്സാം റിസൾട്ട് എല്ലാം വന്ന് ആഘോഷത്തിന് ശേഷം നേരെ പ്രവേശിക്കാൻ വേണ്ടി പോകുന്നത് 11th CBSEയിലേക്കാണ്. എല്ലാവരുടെയും ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ക്ലാസ്സുകൾ വേറൊന്നും തന്നെയല്ല, 12th ക്ലാസ്സിലേക്കുള്ള ഏറ്റവും ബേസിക്സ് ആണ് 11th ക്ലാസ് എന്ന് പറയുന്നത്. അതിലുപരി നിങ്ങൾ ഭാവിയിൽ എഴുതാൻ വേണ്ടി പോകുന്ന എല്ലാ എൻട്രൻസ് എക്സാമിനേഷൻ്റെയും ഏറ്റവും ബേസിലായി ചെയ്യാൻ വേണ്ടി പോകുന്നത് അത് 11th ക്ലാസ് തന്നെയാണ്. ഇത്തവണത്തെ നീറ്റ് എക്സാമിൻ്റെ നമ്മൾ അനാലിസിസ് നടത്തുമ്പോൾ നീറ്റ് എക്സാമിനകത്ത് 51% മാർക്ക് വന്നിരുന്നത് അത് 11th NCERT ബുക്കിൽ നിന്നായിരുന്നു. അപ്പോൾ മനസ്സിലാക്കി കഴിഞ്ഞു എല്ലാവരും തന്നെ 11th ഇമ്പോർട്ടൻസ് എന്താണെന്ന്. അതായത് നീറ്റ് മാത്രമല്ല, JEE ആയിക്കോട്ടെ, ഏത് പരീക്ഷ ആയിക്കോട്ടെ, അതിനകത്ത് ഏറ്റവും അധികം കൂടുതൽ ചോദിക്കാൻ ചാൻസ് ഉള്ള ഭാഗമാണ് 11th ക്ലാസ് എന്ന് പറയുന്നത്. അത് തന്നെയാണ് അതിൻ്റെ ഇമ്പോർട്ടൻസ് ഏറ്റവും അധികം വർദ്ധിപ്പിക്കുന്നത്. സോ 11th ക്ലാസ് നിങ്ങൾ എങ്ങനെ പഠിക്കണമെന്ന് പറയുന്ന അതിഗംഭീരമായ ലോഞ്ചുമായിട്ട് ഞങ്ങൾ നിങ്ങളിലേക്ക് വരുന്നുണ്ട് May 14th ഈവനിങ് 7:30. സോ എല്ലാ മക്കളും അവിടെ ഉണ്ടാവുക. ഗംഭീരമായിട്ട് മനസ്സിലാക്കാം 11th ക്ലാസ് നമ്മൾ എങ്ങനെ സ്റ്റാർട്ട് ചെയ്യണമെന്നും അതുപോലെ തന്നെ എങ്ങനെ നമ്മൾ സ്ട്രക്ചർ ചെയ്ത് പഠിക്കണം എന്നുള്ള കാര്യമെല്ലാം തന്നെ. സോ മക്കളെ, ബൈ, താങ്ക് യു ആൻഡ് സൈനിങ് ഓഫ് അഫ്നാസ് ഫ്രം Xylem Learning.